സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ടൂർണമെന്റിൽ ആന്ധ്രയ്ക്കെതിരെ സഞ്ജുവിന്റെ ഒറ്റയാൾ പ്രകടനം. എന്നാൽ ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കാൻ സഞ്ജുവിനായില്ല. കൂടെയുള്ള ബാറ്റർമാരെല്ലാം തകർന്ന് തരിപ്പണമായപ്പോൾ വെടിക്കെട്ട് ഇന്നിംഗ്സിലൂടെ സഞ്ജു ഭേദപ്പെട്ട സ്കോർ കേരളത്തിന് സമ്മാനിക്കുകയായിരുന്നു. 20 ഓവറിൽ 119 റൺസാണ് 7 വിക്കറ്റ് നഷ്ടത്തിൽ കേരളം ആദ്യം ബാറ്റ് ചെയ്തെടുത്തത്. സഞ്ജു സാംസൺ എടുത്തത് 56 പന്തിൽ 3 സിക്സിന്റെയും 8 ഫോറിന്റെയും സഹായത്തോടെ 73 റൺസ്. കൂടെയുള്ള ബാറ്റർമാരുടെ സ്കോറുകൾ അറിഞ്ഞാലാണ് സഞ്ജുവിന്റെ ഈ ഇന്നിംഗ്സിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത്. രോഹൻ കുന്നുമ്മൽ 2, മുഹമ്മദ് അസറുദ്ദീൻ 6, കൃഷ്ണപ്രസാദ് 5, അബ്ദുൾ ബാസിദ് 2, സൽമാൻ നിസാർ 5, ഷറഫുദ്ദീൻ 3, MD നിതീഷ് 13, ബിജു നാരായണൻ 7 എന്നിങ്ങനെയാണ് കേരളത്തിലെ മറ്റു ബാറ്റർമാരുടെ സ്കോറുകൾ. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ആന്ധ്ര അനായാസം വിജയത്തിലേക്ക് എത്തി. ഓപ്പണിംഗ് വിക്കറ്റിൽ തന്നെ അവർ 7.1 ഓവറിൽ 71 റൺസാണ് അടിച്ചെടുത്തത്. KS ഭരത് 28 പന്തിൽ 53 റൺസും അശ്വിൻ ഹെബർ 20 പന്തിൽ 27 റൺസും എടുത്തു. അവിനാഷ് 12 പന്തിൽ 20 റൺസും എടുത്തു. അങ്ങനെ വെറും 12 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ആന്ധ്രാപ്രദേശ് 123 റൺസ് എടുത്തു. എന്തായാലും സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ടൂർണമെന്റിൽ കേരളത്തിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരു പ്രതിസന്ധി തന്നെ തീർത്തിരിക്കുകയാണ് ഈ ഒരു തോൽവി.